വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് കേരളം. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു പതിവായിരിക്കുന്നു. 2018 മുതൽക്ക് കൃത്യമായ ഇടവേളകളിൽ കേരളത്തെ നടുക്കുന്ന വലിയ മലയിടിയിലും ഉരുൾപൊട്ടലും അതിനെ തുടർന്നുള്ള വെള്ളപ്പൊക്കവും വലിയ ആൾനാശവും സ്വത്തുനാശവും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 മുമ്പും ഇത് ഉണ്ടായിരുന്നു. എങ്കിലും 2018 ശേഷം ഇത്തരം ഉരുൾപൊട്ടലുകളുടെ രൂക്ഷത വർദ്ധിച്ചിരിക്കുകയാണ്. 2018 പ്രളയത്തിൽ ഏതാണ്ട് 600ഓളം ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. അതിൽ തന്നെ 500-ലധികം പേർ മരിച്ചത് മലയിടിയലിലും അതുപോലെ ഉരുൾപൊട്ടലിലുമാണ്. വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചവരുടെ എണ്ണം 100-ൽ താഴെ മാത്രമായിരുന്നു. അത് മാത്രമല്ല, അത്ര വലിയ അതിവൃഷ്ടിയും ഡാമുകൾ തുറന്നു വിടുന്ന പോലെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരം പേർക്ക് വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ബഹുഭൂരിപക്ഷം ആളുകൾ അന്ന് മരിച്ചത് ഈ മലയിടിയിലും ഉരുൾപൊട്ടലും കൊണ്ടാണ്. ചില മലകളൊക്കെ നെടുകെ പിളർന്നു. ഒരുപാട് സ്ഥലത്ത് ഗതാഗത തടസ്സമുണ്ടായി. രക്ഷാപ്രവർത്തനം തന്നെ അസാധ്യമായി മാറി. പല കുടുംബങ്ങളും മണ്ണിനടിയിൽ, പാറയ്ക്കടിയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. പിന്നീട് ഇത് വടക്കൻ കേരളത്തിൽ കവളപ്പാറയിൽ ആവർത്തിച്ചു. നിലമ്പൂർ പരിസരത്താണ് ഇതേപോലുള്ള പ്രകൃതി ദുരന്തമുണ്ടായി. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീട് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഇത് ആവർത്തിച്ചു. അവിടെയും വളരെയധികം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും നമ്മുടെ വയനാട്ടിൽ ഈ ദുരന്തം ആവർത്തിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സമയത്ത് ദുരിതാശ്വാസം പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയമാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയൊക്കെ പൂർണ്ണമായ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു, എന്തുകൊണ്ട് ഇത് അടിക്കടി ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മണ്ണൊലിപ്പാണ്, വനനശീകരണമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അനിയന്ത്രിതമായ പാറ ഖനനമാണ്. പശ്ചിമഘട്ടം തിമിരടിച്ച് വെടിമരുന്ന് ഉപയോഗിച്ച് ചില തൽപര കക്ഷികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് മണ്ണൊലിപ്പ് വർദ്ധിക്കുന്നു, വനനശീകരണം കൂടുന്നു, വലിയ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. അത് കവളപ്പാറയിലും മറ്റുമൊക്കെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ അനിയന്ത്രിതമായ പാറ ഖനനം എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ശരിയായ ചോദ്യം. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ മാധവ ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചത്. അവർ വിശദമായ പഠനത്തിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് നടപ്പാക്കുകയായിരുന്നെങ്കിൽ വലിയ തോതിൽ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരാവട്ടെ ആ ദിശയിൽ യാതൊരു തരത്തിലുള്ള നീക്കവും നടത്തിയില്ല. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ടിനെതിരെ വലിയ ജനരോഷമുണ്ടായി. ജനങ്ങൾ ഇതിനെ പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണോ അതിനെ എതിർത്തതെന്നറിയില്ല. ഏതായാലും ചില സമുദായ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, വൈദികരടക്കം തെരുവിലിറങ്ങി സമരം ചെയ്തു. അത് മാത്രമല്ല, അതിനെ അനുകൂലിക്കാനായിട്ട് ഈ പാറമടക്കാരനെ വക്കാലത്ത് പിടിച്ച ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനോട് ചേർന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് വലിയ പ്രക്ഷോഭമുണ്ടായി. താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് തീവച്ച് നശിപ്പിക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അന്ന് റിപ്പോർട്ട് നടപ്പാക്കണം എന്ന അഭിപ്രായം പറഞ്ഞ ശ്രീ പി.ടി. തോമസ് മാത്രമായിരുന്നു. പി.ടി. തോമസ് അന്ന് ഇടുക്കിയിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹത്തിനെതിരെ വൈദികർ തിരിയുകയും ഇദ്ദേഹത്തിൻ്റെ ശവമഞ്ചവും ഏന്തി ഘോഷയാത്ര നടത്തുകയും ചെയ്തു. തോമസിന് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ അന്ന് തീരെ ഇല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും ചില വൈദികർ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കുൽസിത പ്രവൃത്തികൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ ഇടുക്കി സീറ്റ് പാറമടക്കാരുടെ ഒരു കയ്യാളായ ആളെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കി നിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഡീൻ കുര്യാക്കോസിന് മെത്രാനര മേൽ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഇടുക്കി മെത്രാനെ ആക്ഷേപിച്ച് വിടുന്ന രംഗം നമ്മൾ കാണേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രവൃത്തികൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷമുണ്ട് 2018 ഭയങ്കരമായ പ്രളയം ഉണ്ടായത്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്താണ് പി.ടി. തോമസ് ഉദ്ദേശിച്ചത്, എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയുള്ള ഗുണം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ മേന്മ എന്താകുമായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് നടപ്പാക്കാൻ സാധിച്ചില്ല. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ സാമാന്യത്തിലധികം വെള്ളം ചേർത്തുകൊണ്ടുണ്ടാക്കിയ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അത് നടപ്പാക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ പശ്ചിമഘട്ടത്തിൽ വലിയ അരാജകത്വം നടമാടുകയാണ്. ഈ പാറമടക്കാരും പാർട്ടിക്കാരും മതമേലധ്യക്ഷന്മാരും ചേർന്ന ഒരു മാഫിയയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള
ദുരന്തങ്ങൾ അടിക്കടി ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒറ്റക്കൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുക, മണ്ണൊലിപ്പ് തടയുക, വനനശീകരണം തടയുക, അനിയന്ത്രിതമായ പാറഖനനം നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ആര് പ്രാവർത്തികമാക്കും? പൂച്ചക്കാർ മണികെട്ടും എന്നുള്ളതാണ് ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മളെ തുറിച്ച് നോക്കുന്ന ചോദ്യം.